So welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഞാനുള്ളത് മുംബൈയിലാണ് and this is Fairfield by Marriott Hotel and I have wonderful view. ലിറ്ററലി എൻ്റെ മുംബൈ ഛത്രപതി ശിവാജി എയർപോർട്ടിൻ്റെ മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ തെറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, ഇനി മുംബൈക്കാരെ തല്ലും. സോ മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പാർക്കിംഗ് ബേയിലാണ് എൻ്റെ വ്യൂ. പാർക്കിംഗ് ബേയാണ് എൻ്റെ വ്യൂ. എൻ്റെ നീല ഏഞ്ചൽ, ബ്ലൂ ഏഞ്ചൽ ഇസ് മൂവിങ് ടു ഇറ്റ്സ് റൺവേ ടു ടേക്ക് ഓഫ്. നിങ്ങൾക്ക് കാണാം, പതുക്കെ പതുക്കെ ഇങ്ങനെ പോവുകയാണ്. സോ യെസ്, എൻ്റെ വ്യൂ ഇതാണ്. സോ ഈ വ്യൂ വെച്ചിട്ട് എനിക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആക്രാന്തമാണ് എനിക്ക് വീഡിയോ ചെയ്യണമെന്ന്. സോ എനിക്ക് ശരിക്കും വയ്യ, എൻ്റെ ഒച്ചയൊക്കെ ഇങ്ങനെ ഒരു വൃത്തികെട്ട ഒച്ചയായി മാറിയിരിക്കുകയാണ്. ബട്ട് വൈ നോട്ട് അല്ലേ? ലൈക്ക് കുറേ ആയി ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ലെറ്റ്സ് ഡു ഇറ്റ്. യുനോ ലുക്ക് ഇറ്റ് മൈ ഇൻഡിഗോ ജസ്റ്റ് ടേക്കിംഗ്. അവിടെ നിന്ന് നോക്കുമ്പോൾ റൈറ്റ് പോവാണ് റൺവേയിലേക്ക്. അപ്പോൾ ഈ ഒരു ഹോട്ടൽ നിങ്ങൾ മുംബൈയിൽ എടുക്കുവാണെങ്കിൽ കൈൻഡ്ലി റിക്വസ്റ്റ് ഒരു എയർപോർട്ട് വ്യൂ ഉള്ള, അതായത് ദർ ഇസ് അനദർ റൂം വെർ ദർ ഇസ് എ വ്യൂ ടു റൺവേ. അത് നമ്മൾ പ്ലെയിൻ ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ സ്പീഡിലൂടെ ടേക്ക് ഓഫ് ആക്കത്തില്ലേ, ആ ഒരു വ്യൂ ഉള്ള റൂമുണ്ട്. സോ ഇങ്ങനത്തെ റൂമൊക്കെ ചോദിച്ചു വാങ്ങാം. ഇവിടെ അടുത്തുള്ള എല്ലാ ഹോട്ടൽസിലും താജ് ഹോട്ടലും ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഐക്കോണിക്ക ഹോട്ടലുണ്ട്. ഐക്കോണിക്ക ഹോട്ടലിൽ നിങ്ങൾക്ക് വ്യൂ കിട്ടത്തില്ല, അത് കുറച്ച് വേറൊരു ഹോട്ടൽ. പക്ഷേ ഈ ഒരു ഫെയർമൗണ്ട് ഹോട്ടലിൻ്റെ അപ്പോൾ ഈ ഒരു സൈഡിലുള്ള ഏത് ഹോട്ടലിൽ നിങ്ങൾ റൂം എടുക്കാനും നിങ്ങൾക്ക് ഈ വ്യൂ കിട്ടുമായിരിക്കും. ഡോണ്ട് ആസ്ക് മീ ഈ കൊച്ചിൻ എയർപോർട്ടിൻ്റെ വ്യൂ ഉള്ളതുണ്ടോ, ഈ എയർപോർട്ടിൻ്റെ വ്യൂ ഉണ്ടോ, അതൊന്നും എനിക്കറിയില്ല. റൈറ്റ് നൗ ഐ മീൻ മുംബൈ. ഐ ഗോട്ട് ദിസ് റൂം വിത്ത് എ വ്യൂ. സോ സി വേറെ കുറേ റൂമിൻ്റെ വൃത്തികെട്ട വ്യൂ ഉള്ളതായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഹോട്ടലിൽ വരികയാണെങ്കിൽ അവരോട് ആദ്യമേ ചോദിക്കും ഇങ്ങനത്തെ ഒരു റൂം റിക്വസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ നോക്കുക. ഒരു കുറച്ച് പൈസ എക്സ്ട്രാ കൊടുത്താലും എന്താ ഇങ്ങനത്തെ ഒരു അടിപൊളി വ്യൂ കിട്ടുമല്ലേ, റാദർ ദാൻ ബെറ്റർ ദാൻ ഗെറ്റിംഗ് എന്താ പറയുക ഒരു വ്യൂ ഇല്ലാത്ത റൂം. ഓക്കെ, സോ വ്യൂ ആയിരുന്നാട്ടോ ഞാനൊരു വീഡിയോ എടുക്കുന്നത്. സോ ദിസ് വ്യൂ ഗെറ്റ്സ് ഓൾ ദി ക്രെഡിറ്റ് ആൻഡ് ഓൾ ദി തിങ്സ്. ഓക്കെ, സോ എനിവേസ് ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ബാഗായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ലെറ്റ്സ് ഡു വാട്ട്സ് ഇൻ മൈ ബാഗ്. സോ വാട്ട്സ് ഇൻ മൈ ബാഗ് എന്ന് പറയുമ്പോൾ വാട്ട്സ് ഇൻ മൈ ടോട്ട് ബാഗ്, വാട്ട്സ് ഇൻ മൈ കമ്പനി ടോട്ട് ബാഗ്. ഇത് ഞാൻ ജോലിക്ക് കൊണ്ടുവന്ന ബാഗാണ്. സോ വി ഹാവ് എ പെട്ടി ആൻഡ് എ ബാഗ്. ഓക്കെ, അത് കണ്ടിട്ടുണ്ടാവും എല്ലാ ക്രൂ മെമ്പേഴ്സിനും നടന്നു പോകുമ്പോൾ. സോ വി ഹാവ് ദിസ് പെട്ടി ആൻഡ് ദിസ് ബാഗ്. സോ ദിസ് ഇസ് എ ടോട്ട് ബാഗ്. സോ നമുക്ക് പെട്ടെന്ന് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വെക്കും. സോ ഞാനൊരു 3 day പാറ്റേൺ, എൻ്റെ ലാസ്റ്റ് ഡേ ആണിത്. ഞാൻ ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും ഞാനൊരു ട്രിവാൻഡ്രം പോയിട്ട് പിന്നെ ബാക്ക് ടു ഹൈദരാബാദ് പോകും. സോ ബാഗ് ഇത്തിരി മെസ്സി ആവാൻ ചാൻസ് ഉണ്ട്, ബിക്കോസ് ഞാൻ ഹൈദരാബാദിൽ നിന്ന് സ്ഥലത്ത് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഹൈദരാബാദ് ടു 3 sectors ചെയ്തിട്ട് ഞാൻ മധുരയിൽ പോയി. മധുരയിൽ ഒരു 20 hours ലേബർ, ദെൻ ഫ്രം ദർ ടു മുംബൈ ആക്കി അഗെയിൻ ഹിയർ 21 hours ഓഫ് ലേബർ. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് കുറച്ച് മെസ്സിയാണ്. എനിക്ക് ചില സാധനങ്ങൾ ഞാൻ വെക്കുന്ന കുറച്ച് സാധനങ്ങൾ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു, ബിക്കോസ് 3 day പാറ്റേണിൻ്റെ കാര്യം എനിക്ക് പുറത്തൊന്നും പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല. സോ ഐ ഡി നോട്ട് ഡു ഹെവി പാക്കിംഗ്. അപ്പോൾ ഞാനൊരു ലീനിയൻ പാക്കിങ്ങിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് ലെറ്റ്സ് സീ. ഓക്കെ, സോ ദിസ് ഇസ് ദി ബാഗ് വി ഗെറ്റ്. ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഹെവി ഐ തിങ്ക്, ബിക്കോസ് എൻ്റെ ഷൂ ഉണ്ടെന്ന് എനിക്കറിയില്ല ഇന്നത്തെ ഇപ്പോൾ എന്താണ്. ബിക്കോസ് എൻ്റെ മേക്കപ്പും എൻ്റെ എൻ്റെ ക്ലെൻസിങ്ങും എൻ്റെ ആവശ്യമുള്ള എസെൻഷ്യൽ സംഭവമൊക്കെ എൻ്റെ പെട്ടിക്കകത്തുണ്ട്. സോ ഞാൻ പെട്ടിയെ തുറന്നിട്ടില്ല, ഇതങ്ങനെ തുറന്നിട്ടില്ല. മെഡിക്കേഷൻസ് എടുക്കാൻ വേണ്ടി തുറന്നിട്ടുണ്ട്, പിന്നെ അടച്ചു വെച്ചു. സോ ഇതിങ്ങനെ തുറക്കുമ്പോൾ ഫസ്റ്റ് തിങ് ഐ കൻ സീ ഈസ് മൈ യൂണിഫോം കാർഡിഗൻ. സോ ദിസ് കാർഡിഗൻ ഇല്ലാണ്ട് ഞാൻ ഫ്ലൈറ്റിന് പോവാറില്ല. എന്തെങ്കിലും മറന്നു കഴിഞ്ഞാൽ എനിക്കതൊരു ഭയങ്കര വിഷമമാകും. കാരണം നമുക്ക് ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി ഇരിക്കുമ്പോൾ ലൈക്ക് ഡോർ ഓപ്പൺ ആകുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. പക്ഷേ ആഫ്റ്റർ ഡോർ ക്ലോസ് ചിലപ്പോൾ നമുക്ക് തണുക്കും, പ്രത്യേകിച്ച് ഇഫ് യു നോട്ട് വെൽ എന്നാൽ തണുക്കും. ഇന്റർനാഷണൽ ഫ്ലൈറ്റ് പോകുമ്പോൾ പറയണ്ട. അപ്പോൾ ഈവൻ ഇഫ് ഐ ഡോണ്ട് വെയർ ഇറ്റ്, ഇങ്ങനെ കാർഡിഗനായിട്ട് വെയർ ചെയ്തില്ലെങ്കിലും ഞാൻ എൻ്റെ കാലിൻ്റെ അടിയിൽ ഇതിങ്ങനെ പുതപ്പ് പോലെ വെച്ചിട്ടിരിക്കാറുണ്ട്. കാരണം നമ്മൾ സ്റ്റോക്കിങ്സ് അല്ലേ താഴെ ഇടുന്നത്. സോ ഇറ്റ്സ് വെരി ലൈറ്റ് വെയിറ്റ് ആൻഡ് ലൈക്ക് നമുക്ക് അത്ര കാലൊക്കെ ഇട്ട് നമുക്ക് പെട്ടെന്ന് തണുക്കുന്നത്. അറ്റ്ലീസ്റ്റ് മേളിൽ യൂണിഫോമെങ്കിലും ഉണ്ടെന്നുള്ളതുണ്ട്. സോ ദിസ് കാർഡിഗൻ ഇൻഡിഗോ എന്നൊക്കെ എഴുതിയിട്ടുള്ള മുന്നിലൊരു എയ്റോപ്ലെയിൻ ഒക്കെ ഉണ്ട്. ഈ ഒരു കാർഡിഗൻ എപ്പോഴും എൻ്റെ ബാഗിൻ്റെ അകത്ത് ഉണ്ടാകും. പിന്നെ കാർഡിഗനെ പറ്റി വേറെ എന്താ പറയുക, എയർപോർട്ടിലൊന്നും ഈ കാർഡിഗൻ ഇടാൻ പാടില്ല. നിങ്ങൾ ഏതെങ്കിലും ക്രൂ മെമ്പേഴ്സ് എയർപോർട്ടിലിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി പാടില്ല. ഞാൻ ഇട്ടിട്ടൊക്കെ ഉണ്ട്, കാരണം നമുക്ക് എയർപോർട്ടിലാണ് കൂടുതൽ തണുക്കുന്നത്. പക്ഷേ ഈ ഇടയ്ക്ക് വന്ന റൂളായിരുന്നു എയർപോർട്ടിൽ ഇടരുത്, ഫ്ലൈറ്റിൻ്റെ അകത്ത് മാത്രമാണ് ഇടേണ്ടത്. ഇനി അടുത്തതായിട്ട് ഞാൻ കാണുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ക്ലിയർ ബാഗാണ്. ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല, എൻ്റെ ചാർജറും കാര്യങ്ങളായിരിക്കും കേട്ടോ. സോ കണ്ടെ ചാർജർ, അതിലൊരു സ്പീക്കർ ഉണ്ട്. ഓക്കെ, ഒരു ഇതിൻ്റെ സ്പീക്കറാണ്.
ബോട്ടിൻ്റെ ഒരു സ്പീക്കറാണ്, മിനി സ്പീക്കറാണ്. ഓക്കെ, പിന്നെ ഒരു സി ടൈപ്പിൻ്റെ ചാർജറുണ്ട് ഫോർ മൈ എയർപോഡ്സ്. എൻ്റെ എയർപോഡ്സ് ബാഗിലാണ്. എയർപോഡ്സ് ഈ ബാഗിൻ്റെ അകത്തില്ല, വേറൊരു കുഞ്ഞു ബാഗ് ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്താണ്. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ താഴെപ്പോൾ ഞാനത് കൊണ്ടുപോയി. സോ ഫോൺ ഇവിടെ, എയർപോഡ്സ് അവിടെ. സോ എയർപോഡ്സ് ഓൾസോ കംസ് ഇൻ ദിസ് ബാഗ്. യാ, സോ നെക്സ്റ്റ് ഇസ് മൈ ക്യാബിൻ ഷൂസ്. ഇതിൻ്റെ ക്യാബിൻ ഷൂസ് ആണ്. നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ താഴെ വെക്കുന്നു കേട്ടോ. ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളൊരു ഷൂ മാറ്റും. നമ്മുടെ ഹീൽസിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ഷൂ എടുത്ത് മാറ്റും. അപ്പോൾ ആ ഒരു ക്യാബിൻ ഷൂസ് ആണ്. അപ്പോൾ ഇത് യൂഷ്വലി എൻ്റെ സ്റ്റോളിൽ, ഇത് യൂഷ്വലി പെട്ടിക്കാതെ ഞാൻ മുകളിൽ ഇങ്ങനെ തുറന്ന് വേഗം വെക്കുകയാണ് ചെയ്യാറ്. പക്ഷേ അഗെയിൻ ആഫ്റ്റർ ലാൻഡിങ് ഞാൻ പെട്ടെന്ന് ബാഗ് പെട്ടിക്കും, ഈ ബാഗ് പെട്ടിയുടെ മുകളിൽ വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഷൂ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഷൂ ഇതിൻ്റെ അടുത്തിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങി. സോ അതുകൊണ്ട് എനിക്ക് ഷൂ ഇതിൽ വെക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഷൂ ഇതിലാണ് വെക്കാം. ഇവന്തത് എപ്പോഴും എടുക്കേണ്ട സാധനമാണെങ്കിൽ മോസ്റ്റ്ലി കീപ്പ് ഇൻ മൈ സ്റ്റോളിൽ. കാരണം ഇതിൽ സ്പേസ് ഇത് ഭയങ്കര പണ്ട് ഇപ്പോൾ ഇത്രയും സ്പേസ് പോയി ഷൂ ഒക്കെ മാറ്റിയപ്പോൾ. അപ്പോൾ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇതെൻ്റെ മെഡിസിൻസ് ആണ് കേട്ടോ. ഞാൻ ഈ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് കുറച്ച് മെഡിക്കേഷൻസ് ഉണ്ട്. സോ യൂഷ്വലി എൻ്റെ ഒരു ഗ്രീൻ കളർ ഒരു പൗച്ച് ഉണ്ട്, മെഡിസിൻസ് വെക്കുന്ന പൗച്ച്. അത് ഇതിൻ്റെ അകത്താണ്. ഇതിൻ്റെ അകത്തല്ലെങ്കിൽ പെട്ടിക്കകത്ത് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ അതൊരു മെയിനായിട്ട് ഞാൻ വെക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇതാണ് എനിക്ക് ഡോക്ടർ തന്ന മെഡിസിൻസ് ഉള്ള, എനിക്ക് വേറെ മെഡിസിൻസ് ഒന്നും എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ അതവിടെ വെച്ചിട്ട് ഞാനത് ഇത് മാത്രം എടുത്തിട്ട് വന്നു. ഇപ്പോൾ വേറെ മെഡിക്കേഷൻസ് എടുക്കാൻ പറ്റില്ലെങ്കിലും എനിക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ബട്ട് ഞാൻ എടുക്കാതിരുന്നത് എനിക്ക് ഞാൻ പറയാം ഹെവി പാക്കിങ് ചെയ്യേണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ ഞാൻ എടുക്കുന്ന മെഡിസിൻസ് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ വരുന്നൊരു വാലറ്റ്, ബോറിങ് സ്റ്റഫ്. ഇതൊരു പഴയ വാലറ്റാണ്. എൻ്റെ സ്കൂൾ തൊട്ടേ ഈ വാലറ്റിൻ്റെ കയ്യിലുണ്ട്. ബട്ട് എനിക്കിത് മാറ്റാനൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കാത്ത ഒരാളാണ്. എനിക്ക് അങ്ങനെ ഇപ്പോൾ ഫോൺ കവർ, അതുപോലെ വാലറ്റ്, ഫോണ്, എയർപോർട്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലല്ല. ഫോണായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന കൂട്ടില്ല. എൻ്റെ ഫോൺ ചാത്താൽ മാത്രമാണ് ഞാൻ പുതിയ ഫോൺ വാങ്ങിക്കുക. അല്ലാതെ പുതിയ ഐഫോൺ ഇറങ്ങി, ഐഫോൺ 7 ഇറങ്ങി, എനിക്ക് അത് വേണം, എല്ലാവരുടെ അടുത്തും ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വാങ്ങിക്കുന്ന കൂട്ടത്തിലല്ല. ഉള്ളത് വെച്ച് ഞാൻ എനിക്ക് അഡ്ജസ്റ്റ് അല്ല, എനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അതിൽ പൈസ ചെലവാക്കുന്നത്. സോ അതുപോലെ തന്നെയാണ് ഈ വാലറ്റ്. ഞാൻ വേറെ വാലറ്റ് ഞാൻ ഇങ്ങനെ നോക്കും എടുക്കുക. അതായത് പഴയതെന്ന് എനിക്ക് അറിയാൻ നോക്കും വേറെ. പിന്നെ ഞാൻ ചോദിക്കും എന്തിനാ ഞാൻ എടുക്കാറില്ല, എപ്പോഴും വാങ്ങിക്കാൻ വേണ്ടി ഞാൻ നോക്കും, പക്ഷെ ഞാൻ എടുക്കാറില്ല. ഐ യൂസ് വാലറ്റ് ബിക്കോസ് ജോലിക്ക് കിട്ടിയ വാലറ്റിൻ്റെ ആവശ്യം നമുക്ക് കുറേ കാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കാർഡെല്ലാം ഇതിലുണ്ട്. നമ്മൾ ഇൻ്റർനാഷണലിലൊക്കെ പോകുമ്പോൾ ഇൻ്റർനാഷണലിന് വേണ്ടിയുള്ള കാർഡുണ്ട്. പിന്നെ എൻ്റെ ബാങ്ക് കാർഡ്, പിന്നെ അങ്ങനെ പാൻ കാർഡ്, ആധാർ കാർഡ് തരാൻ വാങ്ങാം. പിന്നെ ഇവിടെ ഒരു ചോറ്റാനിക്കര അമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ട് ഇതിൻ്റെ അകത്ത്, എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിൽ കുറച്ച് ചില്ലറ പൈസ ഉണ്ട്. ഓക്കെ, ഞാൻ വെക്കുന്നത് ചുമ്മാ എന്തെങ്കിലും ഒരു ആവശ്യം വരുമല്ലോ, ചില്ലറ പൈസ ഉപയോഗിക്കാറേ ഇല്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു 100 രൂപയുടെ നോട്ടുള്ളൂ. അത് നമ്മുടെ വാലറ്റ് കാലിയാക്കി വെക്കരുതെന്ന് പറയുന്ന കാരണം കൊണ്ട് മാത്രം ഞാനൊരു 100 രൂപയുടെ നോട്ട് ഇതിനകത്ത് വെച്ചാണ്. വേറെ ഒന്നുമില്ല, എൻ്റെ പൈസ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ക്യാഷ് ക്യാരി ചെയ്യാറില്ല. ബട്ട് ക്യാഷ് ക്യാരി ചെയ്യുന്നത് നല്ലതാണ്. എന്നാണ് ഈ UPI ഒക്കെ പെട്ടെന്ന് വല്ല ലോക്ക്ഡൗൺ ഒക്കെ വന്ന് പെട്ടെന്ന് എല്ലാം കൂടെ വന്നപ്പോൾ ഇതിനകത്ത് പൈസ ഇല്ലെങ്കിൽ നമുക്ക് ബാങ്കിൽ പോയി എടുക്കാനുള്ള അവസ്ഥ അല്ലെങ്കിൽ കോമഡി ആകും. പക്ഷെ ഞാൻ വെക്കാറില്ല, ഭയങ്കര കുറവാണ് ഞാൻ വെക്കുന്നത്. ബട്ട് വെക്കണം. 100 രൂപ ഇപ്പം എൻ്റെ ഉണ്ട്. കാരണം നമ്മുടെ വാലറ്റ് കാലിയാക്കി വെക്കുന്നത് ഞാൻ ചിലവാക്കാണ്ട് തന്നെ അത് വെച്ചേക്കാണ്. ഇതൊരു കുഞ്ഞ് മിനി പൗച്ച്, ഇത് എസെൻഷ്യൽ കിറ്റ് പോലത്തെ ഒരു പൗച്ച് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ക്യാരി ചെയ്യുന്നത് ബിക്കോസ് ഇറ്റ്സ് വെരി ടൈനി ആൻഡ് ഇറ്റ്സ് വെരി ലൈക്ക് ക്യൂട്ട് ആൻഡ് വെരി എന്താ പറയുക ഹാൻഡി ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനിങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇറ്റ് ഹാസ് എ ലിപ്സ്റ്റിക്, ഇറ്റ് ഹാസ് 2 മാസ്ക്, യൂസ് ആക്കാത്ത മാസ്ക് കേട്ടോ. ഇറ്റ് ഹാസ് എ സാനിറ്ററി നാപ്കിൻ, സാനിറ്ററി പാഡ്. ഇറ്റ് ഹാസ് എ ഷൂ ഷൈനർ, നമ്മൾ ഷൂ ഷൈൻ ആക്കുന്ന സംഭവം. പിന്നെ ദർ ഇസ് വെറ്റ് വൈപ്പ്, ദർ ഇസ് എ ലിപ് ബാം, സോഡിയോയുടെ ഒരു ലിപ് ബാം ആണ്. ഇറ്റ്സ് പൊട്ടറ്റോ ഹൈഡ്രേറ്റ് യുവർ ലിപ്സ്. കുറച്ച് ഇട്ടിട്ടുള്ളൂ ബിക്കോസ് ലിപ്സ്റ്റിക് ഉണ്ട് പോലെ. സോ എന്തിനാണ് ഇടുന്നത്. ദർ ഇസ് അനദർ ലിപ്സ്റ്റിക്, കമ്പനി അപ്രൂവ്ഡ് ലിപ്സ്റ്റിക് ആട്ടോ ഇത്. ദെൻ ദർ ഇസ് സം മിനി കുറച്ച് സാനിറ്റൈസേഴ്സ് ഉണ്ട്. പിന്നെ ഒരു ഹെയർ ടൈ ഉണ്ട്. പിന്നെന്താ, ദർ ഈസ് ഡാർട്ടിൻ്റെ ഒരു ടാബ്ലറ്റ്, പെയിൻ കില്ലർ, ആൻഡ് ദർ ഇസ് ഡോലോ. സോ ഡോലോ ആൻഡ് ഡാർട്ട് ഉണ്ട്. ഇതിനകത്ത് ഒരു സാധനം കൂടെ വരേണ്ടതാണ്, അതൊന്നും വീട്ടിൽ കിടക്കുന്നത്. എൻചാൻറ്റോയുടെ ഒരു മിനി ബോഡി ലോഷൻ. ഇതിൻ്റെ അമ്മ എനിക്ക് തന്ന ഗിഫ്റ്റാണ്, അമ്മ അച്ഛനും കൂടെ. ലൈക്ക് ദേ ഗോട്ട് ഇറ്റ് ഫ്രം സംവെയർ. ലൈക്ക് അവർക്ക് ഒരു ഹാമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ എൻചാൻറ്ററിൻ്റെ എനിക്ക് ബോഡി വാഷും ഇതൊക്കെ എനിക്ക് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊരു ഹാമ്പർ കിട്ടിയപ്പോൾ സോ ഐ കീപ്പ് ഇറ്റ് ഇൻ മൈ മിനി പൗച്ച്. സോ ഐ കെൻ മോയ്സ്ചറൈസ് ഒക്കെ ചെയ്യാനായിട്ട്. സോ യാ, ലെറ്റ്സ് പുട്ട് ഓൾ ദിസ് ബാക്ക്. ഇതൊരു എസെൻഷ്യൽ പൗച്ചാണ്. ഇതിൽ അങ്ങനെ മേക്കപ്പ് ലിപ്സ്റ്റിക്സ് ഉണ്ട്. ബട്ട്
ഇത് എനിക്കൊരു ക്യുക്കായിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നെങ്കിൽ എനിക്ക് ഇതിന് എടുത്തിടാന്നുള്ളത് ഇതിലാണ് ലിപ്സ്റ്റിക് വെച്ചിരിക്കുന്നത്. മെയിൻലി മൈ മാസ്ക് ആൻഡ് മൈ സാനിറ്ററി പാഡ് ഒക്കെയാണുള്ളത്. സോ ദാറ്റ്സ് എ മിനി പൗച്ച്. Then there is this stationery pouch. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ നമുക്ക് വാക്ക് മൂമെൻറ്റ്സ് ഒക്കെ നമുക്ക് കുറേ കാർഡ്സ് ഒക്കെ ഉണ്ട്. കാർഡുകൾ അപ്പാരൻ്റ്ലി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും കാണാനില്ല, എങ്കിലും എടുത്ത് വെക്കാറുണ്ട്, പക്ഷെ അപ്പാരൻ്റ്ലി ഇപ്പോൾ ഇല്ല. സോ വി ഗെറ്റ് സം കാർഡ്സ്. സോ ആ കാർഡ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഓരോന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കുട്ടികൾക്കോ പാസഞ്ചേഴ്സിനൊക്കെ ഒരു നോട്ടൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടി ഞാൻ വെക്കുന്ന ഒരു സംഭവമാണ്. ഇറ്റ് ഹാസ് സം സ്കെച്ച് പെൻസ് ആൻഡ് ദിസ് സ്മൈലി സ്റ്റിക്കർ. ഒരു സ്കെച്ച് പെൻ്റെ ക്യാപ്പ് തുറന്നു വീണു. ഇതെൻ്റെ ബാഗിൽ കുറേ വട്ടം സംഭവിച്ചു. ഞാൻ ഇതുപോലെ കുറേ സ്കെച്ച് പെൻ ഇങ്ങനെ ക്യാരി ചെയ്തിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ബാഗിൽ അല്ലാണ്ട് ഇങ്ങനെ ഇടുമ്പോണ്ടല്ലോ അതിങ്ങനെ തുറന്ന് ലീക്കായിട്ടൊക്കെ ഉണ്ട്. സോ ഇറ്റ്സ് വെരി സ്കാരി ബിക്കോസ് വി ക്യാരി പാസ്പോർട്ട് ആൻഡ് എവറിത്തിങ്. സോ അതിലൊക്കെ വല്ല മാർക്കായി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ അടുത്ത പാസ്പോർട്ട് എടുക്കണം, ഇൻ്റർനാഷണൽ പോകാൻ പറ്റത്തില്ല, തേങ്ങാൻ പോകാം. ഇതുണ്ട് അപ്പോഴത്തേക്ക് സോറി എൻ്റെ ഷൂ ഷൈനർ ഞാൻ പുറത്തടിച്ചു പോയി. പിന്നെന്താ, ഒരു വെള്ളം കുപ്പി, വെരി ഇമ്പോർട്ടൻറ്റ്, സ്റ്റേ ഹൈഡ്രേറ്റഡ്. ഓക്കെ, സോ വെള്ളം കുപ്പി ഞാനിങ്ങനെ എപ്പോഴും ക്യാരി ചെയ്യാറെന്ന് വെച്ചാൽ ഇല്ല, ബിക്കോസ് ഫ്ലൈറ്റിൽ എത്തിക്കാൻ നമുക്ക് വെള്ളം ഉണ്ടാവും. സോ എന്തിനാണ് ചുമ്മാ നമുക്ക് കുടിയായിട്ട് കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസ് ഇതുപോലെ ഉണ്ട്. സോ എന്തിനാണ് ഞാൻ ക്യാരി ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഞാൻ ക്യാരി ചെയ്യാറില്ല. ബട്ട് എനിക്കിപ്പോൾ മെഡിസിൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ക്യാരി ചെയ്യുന്നതാണ്. കാരണം മെഡിസിൻസ് എടുക്കണം. സോ തിങ് ഇസ് ഈ ലഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ മെഡിസിൻ എടുക്കാൻ പോകുമ്പോൾ ഇന്ന് തന്നെ എനിക്ക് ലഞ്ച് കഴിഞ്ഞ് അപ്പം തന്നെ എടുക്കാൻ പറ്റില്ല, കാരണം എനിക്ക് BA ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മെഡിസിൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലൈറ്റ് കയറുന്നതിന് മുന്നേ മെഡിസിൻ എടുക്കാൻ നോക്കുമ്പോൾ എനിക്ക് വെള്ളം വേണം. സോ അതുകൊണ്ട് വെള്ളം കുപ്പി. പിന്നെ there is another മോയ്സ്ചറൈസർ, ബയോട്ടിക്കിൻ്റെ. ഇതിങ്ങനെ കുറേ മിനി മോയ്സ്ചറൈസർ എൻ്റെ ബാഗിനെ കിട്ടും. ഐ തിങ്ക് ഇപ്പോൾ ഇത് ഇത്ര ഉള്ളൂ, പക്ഷെ ഇനിയും ഉണ്ടാകും. തീരാത്തൊരു സംഭവമായിരിക്കും ഈ മോയ്സ്ചറൈസർ, ഷൂ ഷൈനർ, പിന്നെ എന്താ പെർഫ്യൂം, ലിപ്സ്റ്റിക്. ഇതൊക്കെ ഒരു എന്താ പറയുക വീണ്ടും വീണ്ടും കിട്ടുന്ന ഒരു സംഭവമാണ്. ബയോട്ടിക്കിൻ്റെ ഈ മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യും, ബിക്കോസ് ഇറ്റ്സ് വെരി ഗുഡ്. നല്ലൊരു സ്മെല്ലാണ്. വേറൊരു മോയ്സ്ചറൈസറിൻ്റെ സ്മെല്ലും കൂടെ അടിപൊളിയാട്ടോ. പിന്നെ ദർ ഇസ് അനദർ പൗച്ച്, again another essential pouch. This is a pouch from Singapore. ഭയങ്കര ഇഷ്ടമായിട്ട് റെഡ് കളർ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തിരിച്ച് വെക്കണമല്ലോ, പക്ഷെ കുഴപ്പമില്ല, അറേഞ്ച് ചെയ്ത് എനിക്ക് വെക്കണമായിരുന്നു. സോ ഇറ്റ്സ് ഫൈൻ. ഇതിൻ്റെ അകത്ത് ഐ ഹാവ് പി സേഫ്. സോ പി സേഫ് ഇസ് ടു സ്പ്രേ ഓൺ ദി കൊമോഡ് ബിഫോർ യൂസിങ് ദി ടോയ്ലറ്റ്, വാഷ്റൂം, ബാത്റൂം. നമുക്ക് കൊമോഡിലിരിക്കുന്നതിന് മുന്നേ സ്പ്രേ ചെയ്ത് 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് യു ക്യാൻ സിറ്റ്. ഓക്കെ, സ്കോട്ടയിലാണ് നമ്മൾ മിക്കവരും പബ്ലിക് വാഷ്റൂംസിൽ പോകുന്നത്. ബട്ട് ഇൻ കേസ് യു ക്യാൻ ജസ്റ്റ് സ്പ്രേ ഇറ്റ്. ഇതൊരു ഡിസിൻഫെക്റ്റൻറ്റ് സ്പ്രേ ആണ്. ഇറ്റ്സ് എ ടോയ്ലറ്റ് സീറ്റ് സാനിറ്റൈസർ സ്പ്രേ. ഇതെപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. whoever my crewmates also, if they want to use the washroom, ഞാൻ അപ്പം തന്നെ അത് എങ്ങനെ കൊടുക്കും കേട്ടോ. ഞങ്ങളുടെ ഫ്ലൈറ്റിൽ നമുക്കൊരു ഡിസിൻഫെക്റ്റ് സ്പ്രേ ഓൾറെഡി ഉണ്ട്. ബട്ട് സ്റ്റിൽ എയർപോർട്ട്സിലല്ല, ബിക്കോസ് വി ആർ എസ്പെഷ്യലി ഞാനെന്നല്ല വേറെ എല്ലാ ആൾക്കാരും പബ്ലിക് വാഷ്റൂംസിൽ പോകുന്നതാണ്. സോ ഇറ്റ്സ് ഓൾവേസ് better to carry a pee safe because you never know, right? എന്തൊക്കെ അസുഖമായിരിക്കും ഒരാൾക്ക് ഉണ്ടാകാന്നുള്ളത്, which is very normal, but you need to take care of yourself. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു നമ്മുടെ സാനിറ്റൈസർ എപ്പോഴും കയ്യിൽ വെക്കുക. കാരണം ഈ ഇടയ്ക്ക് യു ഹാവ് ടു, ബിക്കോസ് പ്രത്യേകിച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ എയർപോർട്ടിലും ഫ്ലൈറ്റിലും ഹോട്ടൽസിലൊക്കെ ഇങ്ങനെ വാഷ്റൂം യൂസ് ആക്കുമ്പോൾ നമുക്കറിയില്ല അത് എങ്ങനെയാണ് ക്ലീൻ ചെയ്ത ആൾക്കാർ എങ്ങനെയാണ്, ഒന്നും അറിയത്തില്ല. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു കീപ് സാനിറ്റൈസിങ് ഇറ്റ്. സോ ദിസ് ഇസ് അനദർ ബോഡി ലോഷൻ ഓർ ഹാൻഡ് ക്രീം. ഇസ് ദിസ് എൻ ഹാൻഡ് ക്രീം ഓർ ഇറ്റ്സ് എ ബോഡി ക്രീം ഓൺലി? അടിപൊളിയാണ്, കോക്കനട്ട് ഫ്ലേവർ ആണ്, ബീച്ച് കോക്കനട്ട് ഫ്ലേവർ. ഓക്കെ, ദിസ് ഇസ് ഫ്രം ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ്. സോ ദിസ് ഇസ് അമേസിങ്, അടിപൊളി സ്മെല്ലാട്ടോ. highly recommended. ഇത് ഫസ്റ്റ് പിന്നെ ഇതുള്ളൂ കേട്ടോ, highly recommended. ബട്ട് തീരാനായി I need to buy this again. Then this is a perfume, my favorite perfume. ഇതിൻ്റെ വേറെ ഒരെണ്ണം പൊട്ടിക്കാതെ ഒരു സീൽഡ് ബോക്സ് എൻ്റെ വീട്ടിൽ ഓൾറെഡി ഉണ്ട്. This is my second copy and third copy sealed. Love this. അടിപൊളി സ്മെല്ലാണ്. ദിറം ഊദ് എന്നാണ് ഇതിൻ്റെ പേരിട്ട് വരുന്നത്. ഇത് ഞാൻ ദോഹയിൽ നിന്ന് വാങ്ങിയതാണ്. ഇറ്റ്സ് അമേസിങ്. So there is a comb, so I can comb, ഇങ്ങനെ ചെയ്യുക. സോ ഒരു കോംബ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്.
പിന്നെ ദർ ഇസ് അദർ മോയ്സ്ചറൈസർ, സാധാ ഒരു മോയ്സ്ചറൈസർ കേട്ടോ. പിന്നെ ഇതിനകത്ത് 2 വെറ്റ് വൈപ്പ് ഉണ്ട്. പിന്നെ ദർ ഇസ് സ്പഞ്ച്. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഞാനിങ്ങനെ ഫ്ലൈറ്റിലൊക്കെ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മേക്കപ്പ് ഇത്തിരി ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യാനായിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആക്കും. അപ്പോൾ അതുകൊണ്ട് അത് വെക്കുന്ന കേട്ടോ. പിന്നെ ഇതൊരു ബ്രേസ്ലെറ്റ് ആണ്, ഒരു വള ബ്രേസ്ലെറ്റ് പോലെ. ഇത് എന്തിനാണ് ഇതിൻ്റെ അതിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ 2 സ്ലീഡ് ഉണ്ട്. സോ സിൻസ് ഐ ഹാവ് ഷോർട്ട് ഹെയർ ആൻഡ് ഓൾനോ, ഞാൻ ഇങ്ങനത്തെ ക്യൂട്ട് സ്ലീഡ്സ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ എനിക്ക് ഇവിടെ ഇത്തിരി ബാങ്ക്സ് പോലെ ഉണ്ടായിരുന്നു, ഇവിടെ എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. സോ ഞാനിങ്ങനെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഞാനിങ്ങനെ 2 സൈഡിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഒക്കെയാണ് ഫുഡ് കഴിക്കുക. ഞാൻ ഇങ്ങനെ നടക്കാറുള്ളത് മുടി അയച്ചിട്ട്. സോ അതുകൊണ്ട് ഇങ്ങനെ 2 സ്ലൈഡ് ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ ഒരു ബാഡ്ജാണ്. സോ റൈറ്റ് നൗ ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സെക്കൻഡ് കമാൻഡ് ആയിട്ടാണ്. അപ്പോൾ ആ ബാഡ്ജ് ഇട്ടേക്കാണ്. ഇൻ കേസ് ഇതിൻ്റെ ഓപ്പറേഷൻ വ്യത്യാസം കാരണം എന്നെക്കാളുള്ള സീനിയർ ക്രൂ എങ്ങാനും പുൾ ഔട്ട് ആയിപ്പോൾ ഇതിലൊരു ക്രൂ ലേറ്റ് ആകുമോ അല്ലെങ്കിൽ വയ്യാണ്ടാവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും പുൾ ഔട്ട് ആയി കഴിഞ്ഞാൽ ഞാൻ ഐ ഹാവ് ടു വെയർ ദിസ് ബാച്ച്. ഇപ്പോൾ എന്നെക്കാളും സീനിയർ ആയിട്ട് വന്നാൽ അവരേക്ക് സെക്കൻഡ് കമാൻഡ്. സോ ഐ ഹാവ് ടു ഗോ ബാക്ക് ടു മൈ മിസ് ഇൻഡിഗോ ബാച്ച്. അതുകൊണ്ട് ഇപ്പോൾ ഈ ബാഡ്ജ് ഞാൻ എൻ്റെ അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 2 ഉണ്ട് എൻ്റെ അടുത്ത്. അതെൻ്റെ പെട്ടിക്കകത്ത് ആക്ച്വലി ഐ ഹാവ് എ കവർ വിച്ച് ഹാസ് മൈ യൂണിഫോം സ്റ്റഫ് എല്ലാം. സോ അതിൻ്റെ അകത്തുണ്ട്. സോ ബാക്കി എല്ലാ സാധനം തിരിച്ചിടാം. ഇഷ്ടമല്ല ഇത് പുറത്തെടുത്ത് വെച്ച് എന്തിനാ ഇപ്പോൾ ഇതിൻ്റെ അകത്തന്നെ കിടക്കട്ടെ, അങ്ങനെ എന്തിനാണ് ചുമ്മാ. ഓക്കെ, ഇതിനെ പുറത്തെടുത്ത് വെക്കുമ്പോൾ ചുമ്മാ സമയം വേസ്റ്റ് ആക്കാൻ പറ്റി. അകത്ത് തന്നെ കാണിച്ചാൽ മതിയായിരുന്നു. ഇതാണ് എൻ്റെ ഒരു പൗച്ച്, എൻ്റെ ഫേവറേറ്റ് പൗച്ചാണ്. ദിസ് ഇസ് എ ലിപ്സ്റ്റിക് ഫ്രം സൂഡിയോ. ഒരു ന്യൂഡ് പിങ്ക് ഷെയ്ഡ്, സ്വീറ്റ് പീ എന്നാണ് എൻ്റെ പേര്. ജസ്റ്റ് എൻ്റെ ബാഗിൽ കിടക്കുന്നുണ്ട്. ഇത് ഞാൻ ഡ്യൂട്ടിക്ക് യൂസ് ആക്കാത്ത ലിപ്സ്റ്റിക് ആട്ടോ, അല്ലാണ്ടുള്ളതാണ്. ഇവിടെ ഒരു ബാത്തിങ് ബാർ സോപ്പ് ഉണ്ട്. സോ ഇത് എനിക്ക് ഹോട്ടലിൽ നിന്ന് ഞാൻ മോഷ്ടിച്ചതാണ്. സോ ഐ ജസ്റ്റ് കീപ്പ് ഇറ്റ് വിത്ത് മീ എനിവേസ് ബിക്കോസ് ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ സോപ്പ് വേറെ വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനത്തെ സോപ്പുള്ളവരും എനിക്ക് യൂസ് ആക്കാൻ പറ്റാറുണ്ട്. ദർ ഇസ് 1 റെഡ് ബുൾ ആൻഡ് 1 പെപ്സി. ഇത് 2 ഞാൻ കുടിക്കാറില്ല. 2 ഞാൻ കുടിക്കുന്നത് നിർത്തി. വല്ലപ്പോഴും കുടിക്കാറുണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. ഇപ്പോൾ മന്തി ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെപ്സി ഒക്കെ കുടിക്കും. ബട്ട് അല്ലാണ്ട് എനിക്ക് പണ്ടതൊരു ഒബ്സെഷൻ ആയിരുന്നു ഈ പെപ്സി, കോക്ക്, തംസപ്പ് ഒക്കെ. ആൽക്കഹോൾ കുടിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അത് കുടിക്കാത്തതുകൊണ്ട് അതിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ ഈ പെപ്സിയും കോക്കൊക്കെ കുടിക്കും. അപ്പോൾ അങ്ങനെ ഓരോ മട്ടേസ് കോളേജിലൊക്കെ. പക്ഷെ ഇത് ഞാൻ വെച്ചെടുത്ത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തീരെ വയ്യായിരുന്നു. തീരെ വയ്യാതെ എനിക്ക് ഫ്ലൈറ്റിൽ പ്രഷറൈസ് ക്യാബിനിൽ വർക്ക് ചെയ്യും. ഇന്നലെ ഇങ്ങനത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, വർഷങ്ങൾക്ക് മുന്നേ കാര്യമല്ല. തലവേദനയ്ക്ക് ഇങ്ങനെ കുത്തുന്ന വേദന, എന്തോ ഇങ്ങനെ കുത്തുന്ന വേദന. അപ്പോൾ എനിക്കിങ്ങനെ ഇതൊന്നിങ്ങനെ തണുപ്പ് വെക്കാനായിട്ടാണ് ഇത് വെച്ചത്. പിന്നെ എൻ്റെ കണ്ണ് ഇന്നലെ ഭയങ്കര ചുമന്നിരിക്കുന്നു. അപ്പോൾ കണ്ണും എന്തെങ്കിലും പ്രശ്നം കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ കണ്ണിൻ്റെ ഇവിടെ വെക്കാനും കൂടെ ആയിട്ട് ഞാൻ ഇത് എടുത്താണ് എൻ്റെ ഹോട്ടലിൽ നിന്ന്. ഇന്നലെ മധുരൈ ഹോട്ടലിൽ നിന്ന് ഞാൻ അവരുടെ അടുത്ത് വാങ്ങിയതാണ് കേട്ടോ. ഇത് ജസ്റ്റ് 2 ഇങ്ങനെ വെച്ചു. ഇത് യൂഷ്വലി എൻ്റെ ബാഗിലില്ല. എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ഈ ക്യാൻ വെച്ചതാണ്. അപ്പോൾ എനിക്ക് തലവേദനയ്ക്കും കണ്ണ് വേദനയ്ക്ക് എടുക്കാം. ഇത് ഞാൻ നേരെ പോയിട്ട് എൻ്റെ റൂമിൽ പോയിട്ട് എൻ്റെ റൂമിൽ ഫ്രിഡ്ജിൽ വെക്കും. എൻ്റെ റൂംമേറ്റ്സിനോട് ചോദിക്കും നിങ്ങൾക്ക് വേണോ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ എനിക്ക് അറിയില്ല. എന്നിട്ട് ഞാൻ കുടിക്കാറില്ല. റെഡ് ബുൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഒരുത്തനുണ്ട്. അവന് റെഡ് ബുൾ പ്രാന്താണ്. പക്ഷെ അവൻ എൻ്റെ ഹൈദരാബാദിലല്ല സ്റ്റേ ചെയ്യുന്നത്, ഇവിടെയാ. ഡു നോട്ട് ഡ്രിങ്ക് ഓൾ ദിസ്, ഓക്കെ, ഇറ്റ്സ് വെരി ബാഡ്. റെഡ് ബുൾ പ്രത്യേകിച്ച് ഇങ്ങനെ കുറേ കുടിച്ചിട്ട് ഓർക്കൊക്കെ അതിനകത്ത് വർക്ക് ചെയ്യാനൊക്കെ വിചാരിച്ചിട്ട് ഞാനടുത്ത് കുടിച്ചിട്ട് പിന്നെ വല്ല അറ്റാക്കും ചത്തു പോകും. സോ അതുകൊണ്ട് എനർജി ഡ്രിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ അടുത്ത് കുടിക്കരുത് എന്ന് പറയാൻ ആൾക്കാർക്കും അല്ലേ. എന്നിട്ട് പിന്നെ ഒരു കുഞ്ഞ് പൗച്ച് ബോക്സ് ഉണ്ട്. ഇതിലെന്താന്ന് വെച്ചാൽ കുറച്ച് കമ്മലും മാലയൊക്കെ ഉണ്ട്, ജിമുട്ടി ഉണ്ട്, ഒരു എക്സ്ട്രാ വാച്ച് ഉണ്ട്. വാച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ജോലിക്ക് സമയം നോക്കാൻ വേണ്ടി മാത്രമല്ല. നമ്മൾ ഫസ്റ്റ് എയ്ഡ് ട്രെയിൻഡ് ഫസ്റ്റ് എയ്ഡേഴ്സ് ആണ്. അപ്പോൾ നമ്മൾക്ക് ആർക്കെങ്കിലും വൈകിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് അവരുടെ ഇത് നോക്കലാണ്. എന്ത് TPR, ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ. ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, അതാണ് TPRന്റെ ഫുൾ ഫോം. ഇത് നോക്കണം. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചറും നമ്മുടെ പൾസൊക്കെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ 1 മിനിറ്റ് സമയം നമ്മൾ നോക്കണം. ഒരു സൈമൾട്ടേനിയസ് നമ്മൾ വാച്ച് നോക്കണം, റെസ്പിറേഷൻ നോക്കണം. അതുപോലെ ഇപ്പോൾ ഒരാൾക്ക് എന്ത് അസുഖം വന്നാലും എത്ര നേരത്ത് അത് ഉണ്ടായി, എന്താണ് ആ സമയം ഒക്കെ നോക്കണം. സോ വാച്ച് ഇസ് ഓൾവേസ് സപ്പോസ് ടു ബി ദെയർ. അതുകൊണ്ട് ഒരു എക്സ്ട്രാ വാച്ച് ഞാൻ എപ്പോഴും കൈ വയ്ക്കും. കാരണം കയ്യിൽ കെട്ടിക്കിടക്കുന്ന വാച്ച് വർക്ക് ആവാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു വാച്ച് വേണ്ടേ. അതുകൊണ്ട് ഇതിന് പിന്നെ കുറച്ച് ജിമിക്കും കമ്മലുണ്ട്. അത് ഞാൻ ഈ ഒരു ലെയർ ഇടാൻ. കാരണം മധുരൈ പോയപ്പോൾ ഇൻ കേസ് എനിക്ക് അമ്പലത്തിൽ പോകണം തോന്നിയാലോ എന്ന് വിചാരിച്ചാൽ എടുത്താണ്. എനിക്ക് വയ്യാതെ ഞാൻ പുറത്ത് പോകില്ലെന്ന് എനിക്ക് അറിയാം. പക്ഷെ ചിലപ്പോൾ നമുക്ക് അവിടെ എത്തിക്കഴിയുമ്പോൾ ഓക്കെ, അപ്പം എനിക്ക് ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച മീനാക്ഷി ടെമ്പിളിൻ്റെ തൊട്ടടുത്താണ് ഹോട്ടലുണ്ടായിരുന്നത്. പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചാണ്. പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല. ഇൻഡിഗോ പോകുന്നു. സോ ദാറ്റ് ഇസ് ഞാൻ കാണിച്ചു തരാം. സോ ഈ പോകുന്ന ഇൻഡിഗോ എയർക്രാഫ്റ്റ് ഇസ് എ
ലീസ്റ്റ് എയർക്രാഫ്റ്റ്, അതുകൊണ്ടാണ് നീല പെയിൻ്റ് ഒന്നും ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ ഇത് ലീസ്റ്റ് എയർക്രാഫ്റ്റ് ആണ്. പോകുന്ന പോക്ക് കണ്ടോ? സീനല്ലേ? യെസ്, സീനാണ്. നമ്മുടെ എല്ലാ എയർക്രാഫ്റ്റും സീനാണ്. അതിൻ്റെ കുറച്ച് കമ്മലും നല്ല അമ്പലത്തിൽ പോവുകയാണെങ്കിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അനദർ ജ്വല്ലറി പൗച്ച്. ഇതിനകത്ത് മാല, കമ്മല്, വള, ഒരു സ്ലൈഡൊക്കെ ഉണ്ട്. പിന്നെ കുറെ ക്യാൻഡി കിടപ്പുണ്ടല്ലോ. ക്യാൻഡി ക്യാൻഡി ക്യാൻഡി, കുറേ ക്യാൻഡി ഉണ്ട്. ഇനിയുണ്ട് ക്യാൻഡീസ്. പിള്ളേരെ വശീകരിക്കാനുള്ള പരിപാടിയാണോ നിനക്ക് എന്ന് എന്നോട് ആരും ചോദിക്കുന്നത്. എനിക്ക് തന്നെ തിന്നാനാണ്. കാരണം ഞാൻ പിള്ളേർക്ക് കൊടുക്കില്ല. കാരണം ഇത് കുറച്ച് ചൂയി ക്യാൻഡിയാണ്. എല്ലാ പിള്ളേർക്കും കൂടുതൽ തൊണ്ടയെ കഴിഞ്ഞ് എന്തെങ്കിലും പറ്റിക്കണ്ടിട്ട് എൻ്റെ ജോലി പോകാനായിട്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കാറൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ബാഗിലുള്ള സാധനം എടുത്ത് ആർക്കും കൊടുക്കാറൊന്നും പാടില്ല കേട്ടോ. ഇനിയുണ്ട് ക്യാൻഡീസ്. ഇത് ഞാൻ ഹോട്ടലിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന ക്യാൻഡീസാണ്. ഇതൊരു എക്സ്ട്രാ ഹെയർ ബാൻഡ് നമ്മുടെ തലയിൽ ഇങ്ങനെ ഇടാനായിട്ട് യൂണിഫോമിൻ്റെ മുകളിൽ, വിച്ച് മേക്സ് ലുക്ക് ലൈക്ക് എ കിഡ്. പറ്റിയ ഇതെൻ്റെ എക്സ്ട്രാ ഒരെണ്ണം. ഇതൊരു പെയിൻ കില്ലറാണ് ഫോർ മൈ ബെല്ലി ഡാൻസ് കളിക്കാനല്ല, ബെല്ലിക്ക് അത് പെയിൻ വരുമ്പോൾ എടുക്കാനുള്ളൊരു ടാബ്ലറ്റ് ആണ് കേട്ടോ, പെയിൻ കില്ലർ. ഇറ്റ് ഇസ് ഫ്രം ദോഹ. സോ ഞാൻ അവിടെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. സോ ഞാൻ ഭയങ്കര എന്താ പറയുക, റെയർലി ആണ് എടുക്കുള്ളൂ. എത്ര പെയിൻ, എനിക്ക് പറ്റാണ്ടുള്ള പെയിൻ വരുമ്പോൾ മാത്രം ഞാൻ എടുക്കുന്നതാണ്. കാരണം ഇനി ദോഹ പോകേണ്ട ഈ മെഡിസിൻ വാങ്ങിക്കാനായിട്ട്, അതുകൊണ്ട്. പിന്നെ ഒരു അത്തർ ഉണ്ട്. പിന്നെ ഇതെന്താ, 25 ഖത്താരി ദിർഹം തിരിച്ചെടുക്കും ഞാൻ. ഇതിൻ്റെ ഒരു ലോക്കറ്റ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കിടക്കുന്നത്. ഇത് നമ്മുടെ ഒരു വിറ്റമിൻ ച്യൂയിങ്കം ആണ്. ച്യൂയിങ്കം അല്ല, വിറ്റമിൻ ച്യൂയിങ് മെഡിസിൻ ലൈക്ക് ടാബ്ലറ്റ് ക്യാപ്സൂൾ. ഇത് തേങ്ങയെന്ന് വെച്ചാൽ പറ, അതാണിത്. അത് ഒരെണ്ണമുണ്ട് എൻ്റെ ബാഗിൻ്റെ, ബാക്കിയെല്ലാം വീട്ടിലുണ്ട്. ഇതൊരു സൂഡിയുടെ റെഡ് ലിപ്സ്റ്റിക് ആണ്. ഇടയ്ക്കൊക്കെ ജോലിക്ക് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. എക്സ്ട്രാ സ്റ്റോക്കിങ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സ്റ്റോക്കിങ്സ് ഇടും. അതൊന്നും ഇതിൽ ആഡഡ് ആയി കഴിഞ്ഞാൽ വല്ല ഓഡിറ്റോ വല്ല ലീഡ്സ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇത് പറ്റില്ല എന്ന് പറയും. അപ്പോൾ നമുക്ക് മാറണം. അതുകൊണ്ട് എപ്പോഴും ഒരു സ്റ്റോക്കിങ്സ് എക്സ്ട്രാ ഉണ്ടാകും. ആൻഡ് ഇതൊരു നോട്ട് പാഡ്. നമ്മളെല്ലാം ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഇതുപോലെ എഴുതും. ഇത് ഇന്നലത്തെ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ്, ഇതിൻ്റെ ആവശ്യം ഇനിയില്ല, എടുത്ത് കളയാം. ഇന്നത്തെ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് എഴുതി വെക്കണം. അതിനൊരു പേന ഉണ്ടാകും. പേന ഞാൻ ലോണ്ട്രിയിൽ ഫിൽ ചെയ്യാൻ വേണ്ടി അവരെ കൊണ്ട് വെച്ചു. അതല്ലാതെ ഇതിൻ്റെ അകത്ത് സ്കെച്ച് പേനകളാണുള്ളത്. സോ പേനയും ഉണ്ടാകും കേട്ടോ. പേന കുറേ പേന എൻ്റെ കയ്യിൽ ഉണ്ടാകും. അത് പെട്ടിക്കകത്തായിരിക്കും. പേനയ്ക്ക് ഒരു ഭ്രാന്തുണ്ട് എനിക്ക്. വേറൊരു ഇൻസൈഡിൻ്റെ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്ക്. ഇതൊക്കെ എന്താണ് എൻ്റെ ബാഗിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടറിയില്ല. ഒരു കുഞ്ഞു ക്ലിപ്പ് ആ ബാഗിൻ്റെ ആയിട്ട് എൻ്റെ ബാഗിൻ്റെ അകത്ത് കിടക്കുന്നു. Passport cannot go without this when you're working in aviation. This also goes in my പെട്ടി. പെട്ടിക്കകത്താണ് വെക്കുന്നത്. whenever I fly domestic especially. കാരണം കാണാണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ, അതുപോലെ ഒന്നും ആവരുത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇതിൽ വെച്ചാലും ഞാൻ വേറൊരു പ്ലാസ്റ്റിക് ബാഗിലും കൂടെ വെക്കാറുണ്ട്. കാരണം പേടിയാണ് ഇതിലൊക്കെ എന്തെങ്കിലും പറ്റുമെന്ന്. ബട്ട് എനിവേസ്, പാസ്പോർട്ട് ഇതൊന്നും ഇനി കൂടുതൽ കാണിക്കാൻ പാടില്ല. കോൺഫിഡൻഷ്യൽ ആണ്. എൻ്റെ പാസ്പോർട്ട് ഞാൻ തുറന്ന് കാണിക്കില്ല. കോൺഫിഡൻഷ്യൽ. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ ഈ ഒരു ഇത് ഞാൻ തായ്ലൻഡിൽ പോയപ്പോഴോ ബാങ്കോക്കിൽ പോയപ്പോൾ വാങ്ങിയതല്ല. എൻ്റെ ചേച്ചി തായ്ലൻഡിൽ പോയപ്പോൾ എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ്. ബിഫോർ ഈവൻ ജോയിനിങ് ഫോർ ദിസ് ജോബ് എൻ്റെ ഈ പൗച്ച് ഉണ്ട്. സോ എൻ്റെ ചേച്ചി തന്ന ഗിഫ്റ്റാണ്. ഞാൻ തിരിച്ചെൻ്റെ ബാഗിലിടുന്നു. ഇവിടെയൊക്കെ വെച്ചിട്ട് ഞാൻ മറന്നു പോയി ദൈവമേ. സോ അത് ഞാൻ പിന്നെടുത്തോളാം. ക്യാമമൈൽ ടീ, ഇതിൻ്റെ ഒരു സാഷെ, 2 സാഷെ എൻ്റെ അടുത്തുണ്ട്. ഒബ്സെസ്ഡ് വിത്ത് ക്യാമമൈൽ ടീസ് ആൻഡ് ഒബ്സെസ്ഡ് വിത്ത് ഹെർബൽ ടീസ്. അത് വേറെ ഒന്നുമല്ല, ഇതൊന്നും എനിക്ക് ഇഷ്ടമായിട്ട് കൂടുതലായിരുന്നു. ഹെർബൽ ടീ, ഗ്രീൻ ടീ, തേങ്ങാമാങ്ങ, ക്യാമമൈൽ ടീ പക്ഷെ ഞാൻ കുടിച്ചൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പെപ്പർമിൻറ്റ് ടീയും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഹണി, ജിഞ്ചർ, അതൊക്കെ ഞാൻ, റോസ് ടീ എസ്പെഷ്യലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതൊക്കെ ഞാൻ എടുക്കാൻ കാരണം ഇപ്പോൾ ഞാൻ ഡെയിലി എടുക്കുന്നുണ്ട്. അത് 6 ടൈമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ എടുക്കുന്നത്. ആദ്യം എനിക്ക് കഴിഞ്ഞാൽ വെറും വയറ്റിൽ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ, പിന്നെ ലഞ്ചിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, പിന്നെ ഒരു വൈകുന്നേരം, പിന്നെ 1, 2, 3, 4 രാത്രി ഫുഡിൻ്റെ കൂടെ, പിന്നെ ഉറങ്ങുന്നതിന് മുന്നേ. പറയില്ല, കറക്റ്റാണ്. ഡോക്ടർ പറഞ്ഞിട്ടാട്ടോ ഇതൊക്കെ. കാരണം എൻ്റെ ഒരു പ്രോപ്പർ ഡയറ്റൊക്കെ ഇതാക്കാൻ, മെലിയാനൊന്നുമല്ല, ഞാൻ ഓൾറെഡി മെലിഞ്ഞിട്ടിരിക്കാൻ എനിക്കറിയാം. ബട്ട് ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ ഇതേ ഉള്ളൂ കേട്ടോ. ഇനിയൊന്നും ഇല്ലല്ലോ. ഓക്കെ, സോറി, ഇപ്പോഴത്തെ സൈഡിൽ എന്തായാലും
ദിസ് ഇസ് എ പൗച്ച് ഫ്രം സിംഗപ്പൂർ. വീണ്ടും ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ BA ട്യൂബ്സ് ആണ്. ഇതിങ്ങനെ നമ്മളൊരു മെഷീനിൽ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ഊതും. അപ്പോൾ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഞാൻ ആൽക്കഹോൾ കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഡ്രഗ്സ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടി നമ്മളെല്ലാ ഫ്ലൈറ്റിനും മുന്നേ BA ടെസ്റ്റ്, ബ്രെഡ് അനലൈസർ ടെസ്റ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇന്റർനാഷണലിൽ നമ്മൾ പോയി നമ്മൾ തിരിച്ചു വരുമ്പോൾ വീണ്ടും ദാറ്റ് മീൻസ് ലേ ഓവർ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ആഫ്റ്റർ ലാൻഡിങ് വീണ്ടും ഈ ടെസ്റ്റ് ചെയ്യണം ടു ഫൈൻഡ് ഇഫ് ഐ ഹാവ് കൺസ്യൂംഡ് ആൽക്കഹോൾ. ഇതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഒന്നുമില്ല, തൊപ്പി പോകും, ജോലി പോകും കേട്ടോ. വീണ്ടും ഒരു ചീപ്പ് അവിടെ കടിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും ഒരു ചീപ്പ്. പിന്നെ ഒരു അനദർ മെഡിസിൻസ് ഇത് ഞാൻ മുന്നേ കണ്ട ഡോക്ടറിൻ്റെ ഒരു മെഡിസിൻ, മറ്റേത് കഴിഞ്ഞ ദിവസം കണ്ട എൻ്റെ ഒരു ഡോക്ടറിൻ്റെ മെഡിസിൻ. അപ്പോൾ ഇതുകൊണ്ട് പെർഫ്യൂം. സോ ഐ ഹാവ് വൺ പെർഫ്യൂം. ഓൾറെഡി ഒരു പെർഫ്യൂം നമ്മൾ കണ്ടു. സെക്കൻഡ് പെർഫ്യൂം, തേർഡ് പെർഫ്യൂം. ഇത്ര ഉള്ളൂ എന്ന്. യൂഷ്വലി കൂടുതൽ പെർഫ്യൂം ഉണ്ടാകുന്നതാണ്. ഒരു പെർഫ്യൂമിൻ്റെ അടപ്പ് ഇതിൻ്റെ അകത്തുണ്ട്, പക്ഷെ പെർഫ്യൂം ഇല്ല. ഞാൻ ഫ്ലൈറ്റിലേക്ക് വരുന്നതിന് മുന്നേ എടുത്ത് മാറ്റിയിട്ടുണ്ടാകും. ഖാദി പ്യോർസിൻ്റെ ഹെർബൽ ബീട്രൂട്ട് ലിപ് ബാം. അടിപൊളിയാട്ടോ, അടിപൊളിയാണ്. അനദർ വേറൊരു ഷൂ ഷൈനർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷൂ ഷൈൻ. ഇഷ്ടമല്ല, എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്ന ഷൂസൊക്കെ. അല്ലേ, എന്തൊരു മോശം ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ പൊടി പിടിച്ച ഷൂസ്. പിന്നെ നമ്മുടെ ഒരു യൂപ്പിനുണ്ട്, ഒരു ബ്യൂട്ടി ബ്രഷ് ഉണ്ട്, നമ്മുടെ ഈ ട്രാൻസ്പെറൻറ്റ് നെയിൽ പെയിൻറ്റ്. ഇതിന് വെച്ചാൽ സ്റ്റോക്കിങ്സ് ഒക്കെ ഒന്ന് ലാൻഡഡ് ആയി കഴിഞ്ഞാൽ, ഇവിടെയൊക്കെ മുകളിലായിട്ട് ലാൻഡഡ് ആയി കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിനാക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ബാഗിൽ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ. സോ ദാറ്റ് വാസ് വാട്ട്സ് ഇൻ പൂജാസ് കമ്പനി ടോട്ട് ബാഗ്. ചില സാധനങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല ഞാൻ യൂഷ്വലി ക്യാരി ചെയ്യുന്നത്, ബട്ട് ഉള്ളതൊക്കെ ഞാൻ കാണിച്ചു. ഇനി ഞാൻ എൻ്റെ പെട്ടിക്കകത്ത് എന്താണുള്ളതെന്ന് കാണണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എൻ്റെ പെട്ടിക്കകത്ത് എന്താണെന്ന്. ഇൻട്രസ്റ്റിംഗ് തിങ്സ് ഉണ്ടോയെന്ന് വെച്ചാൽ ചിലപ്പോൾ ഉണ്ടാകും. ഇതിലെന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ബിക്കോസ് നോർമൽ പേഴ്സൺ ബ്രോ, നിങ്ങൾക്ക് എന്താ ഇത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഇതിൻ്റെ അകത്ത് ഇനി ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ ഞാൻ മിക്കപ്പോൾ ഇതിൽ ഉണ്ടാകുന്നൊരു മിൻറ്റ് ബോക്സ് ഉണ്ടാകും. പിന്നെ സോ ദിസ് ഇസ് വാട്ട്സ് ഇൻ മൈ ബാഗ് ഡ്യൂറിങ് ഐ ഗോ ഫോർ എ ലേ ഓവർ. കാരണം ഞാൻ ബരീക്കൊന്നും പാക്ക് ചെയ്തില്ലായിരുന്നു, കുറേ സാധനങ്ങൾ മിസ്സിങ് ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ബാഗ് എപ്പോഴും എടുക്കാറില്ല. ഇങ്ങനെ 3 day പാറ്റേണൊക്കെ ഉള്ളപ്പോഴേ ഈ ബാഗ് എടുക്കാറില്ല. അല്ലെങ്കിൽ ഞാൻ പെട്ടി മാത്രമേ കൊണ്ടുപോകാറുള്ളൂ റിട്ടേണൊക്കെ ആണെങ്കിൽ. കാരണം എന്തിനാണ് ഈ ബാഗ് കൊണ്ടുപോകണം ഞാൻ ആലോചിക്കുക. ഈ ബാഗ് കൊണ്ടുപോകുന്നത് നെസസറി അല്ല. അപ്പോൾ ഞാൻ പെട്ടി മാത്രമാണ് കൊണ്ടുപോകാറ്. അപ്പോൾ എൻ്റെ കുറേ സ്ഥലം പെട്ടിക്ക് അതിലേക്ക് മാറ്റിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ലേ ഓവർ ഞാൻ പുൾ ഔട്ട് ആവുക ചെയ്തത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങെല്ലാം എനിക്ക് ആവശ്യമുള്ള സാധനമൊക്കെ അങ്ങ് എടുത്ത് വെച്ചതാണ്. അപ്പോൾ വാട്ട്സ് ഇൻ മൈ ബാഗ് എഗെയിൻ ഞാൻ ചെയ്യുമായിരിക്കും ഈ ടോട്ട് ബാഗ് തന്നെ, വിത്ത് മോർ തിങ്സ് ദാറ്റ് ഐ ക്യാരി. എനിക്ക് ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് വ്യൂ എന്തൊരു ഭംഗിയല്ലേ. ഇതിൻ്റെ ലൈഫ് ടൈം ആയിട്ട് എൻ്റെ റൂമായിരുന്നു. എത്ര നന്നായിരുന്നു. നമ്മുടെ കുറേ എയർ ഇന്ത്യ കിടപ്പുണ്ട്, വിസ്താര കിടപ്പുണ്ട്, ഇൻഡിഗോ കിടപ്പുണ്ട്. വേറെ ഇന്റർനാഷണൽ ഒന്നും കാണാനില്ലല്ലോ. എന്താ അങ്ങനെ ടെർമിനൽ 2 ആയതുകൊണ്ടാണോ? വേറെ ഒന്നും കാണാനില്ല. ഇതാണ് അന്തേരി. രാത്രി എല്ലാവരും പുറത്തിറങ്ങും എന്നാണ് പറയുന്നത്. ഇവിടെ എല്ലാ ആൾക്കാരൊക്കെ അന്തേരികളാണ്. കണ്ണില്ലാത്ത ആൾക്കാരെന്നല്ല, മിണ്ടാണ്ടിരിക്കുക കേട്ടോ, കാരണം മണ്ടത്തരങ്ങൾ വിളിച്ചു പോകും. ബട്ട് ദിസ് പ്ലേസ് ഇസ് അന്തേരി ഗൈസ്. ഞാൻ കുറച്ചിനെ ഇവിടെ ഇറങ്ങി പോകും. എനിക്ക് ഇറങ്ങി പോകണ്ട. വേറെ ഒന്നല്ല, വ്യൂ കൊണ്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോൾ ഇറ്റ് വാസ് സോ ഗുഡ്. ഓക്കെ, അപ്പം അത്രയ്ക്കേ ഉള്ളൂ. സോ യാ, ഇതൊക്കെ ഞാൻ തിരിച്ചെടുത്ത് വെക്കണ്ടേ. അപ്പം എന്നാൽ ശരി, ടാറ്റ, ബൈ ബൈ. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചെയ്യുക. ബെല്ലൈക്കൺ കുത്തിപ്പൊട്ടിക്കുക, കമൻ്റ് അടിക്കുക. ആൻഡ് യാ, ഇത്രയൊക്കെ ഉള്ളൂ. ശരി, ബൈ, ടാറ്റ.
അപ്പോൾ ഇനി വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.